ശരിക്കും EMI എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. EMI ആയിട്ട് വാങ്ങുന്ന 95% പ്രൊഡക്റ്റും നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റ് ഒന്നല്ല, ആവശ്യങ്ങൾ മാത്രമാണ്. എല്ലാ ആവശ്യവും അത്യാവശ്യം അല്ലാന്നും നമ്മൾ മനസ്സിലാക്കണം. അരി, പഞ്ചസാര, പച്ചക്കറി, ഫ്രൂട്ട്സ്, അതേപോലെ പാല്, മുട്ട, ഇറച്ചി, മീന്, മെഡിസിൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പൊതുവെ EMI ആയിട്ട് ആരും വാങ്ങിക്കലില്ല. ഇപ്പൊ നിലവിൽ ഇൻസ്റ്റാൾമെന്റ് സ്കീമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനികളും ബൈ നൗ പേ ലേറ്റർ എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും EMI ആയിട്ട് ഈ സാധനങ്ങളൊന്നും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് EMI ആയിട്ട് എല്ലാവരും വാങ്ങിക്കല്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അത്യാവശ്യ സാധനങ്ങളല്ല, ആവശ്യ സാധനങ്ങൾ മാത്രമാണ്. ഒരു 5-6 മാസം വെയിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മാസം വെയിറ്റ് ചെയ്തിട്ട് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന സാധനം EMI ആയിട്ടും ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ EMI ആയിട്ട് സാധനം വാങ്ങിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ശരിക്കും ബൈ നൗ പേ ലേറ്റർ എന്നുള്ളത് അത്ര നല്ല പരിപാടിയല്ല. നമ്മൾ ആവശ്യമില്ലാതെ വിളിച്ചു വരുത്തുന്ന ഒരു കടമാണ്. പറഞ്ഞ സമയത്ത് അടിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പണിയും കിട്ടും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇതൊരു അഡിക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അഡിക്ഷൻ ആയാൽ നമുക്ക് കിട്ടുന്ന സാലറി ഫുള്ള് EMI അടിച്ച് തീർക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ട്രാപ്പിലാവും. അപ്പോൾ മാക്സിമം ബൈ നൗ പേ ലേറ്റർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പേ നൗ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തോളി, വെറുതെ ആവില്ല.